ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ ഒരു ഹോം വ്ളോഗാണ് കേട്ടോ. നമ്മൾ നിലമ്പൂരാണുള്ളത്. ഒരു 3 ഡേയ്സായി ഇവിടെ വന്നിട്ട്. ഓക്കെ, അപ്പം ഇന്ന് ഉത്രാടാണ്. അപ്പം നാളെ ഓണാണല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാ ഞങ്ങളിപ്പോൾ പുറത്ത് കൂടി ഇങ്ങനെ നടക്കുകയാണ്. പിള്ളേരൊക്കെ ഇവിടെ കളിയും ചുമ്മാ ഇങ്ങനെ പുറത്ത് കൂടി കളിയാണ്. നല്ല മഴക്കാറൊക്കെ കയറി നിൽക്കുകയാണ് കേട്ടോ. ഓക്കെ, പൂവ് റോസ് പറിക്കണ്ട. റോസ് എന്തിനാ പറിക്കുന്നേ? പൂവ് അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും കൂടി എന്താ പരിപാടി? പൂവൊക്കെ പറിക്കുകയാണോ? ചേച്ചി അനിയനും കൂടി? ആ, ഇതിനിപ്പോൾ പൂവൊക്കെ പറിക്കുന്നേ. ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ. ഹായ് ബട്ടർഫ്ലൈ. നന്ദു കണ്ടോ ബട്ടർഫ്ലൈനെ? ഈ പൂവ് എന്തിനാ പറിക്കുന്നേ? പൂവ് എന്തിനാ? നന്ദുവിനും കൊടുക്ക, ഷെയർ ചെയ്യ. നിങ്ങൾ എങ്ങോട്ട് പോവാ? അത് സാരല്ല, ബാ ഇങ്ങോട്ട് വാ. ഇവിടെ നിൽക്കാം, ബാ. ഇത് തണൽമരാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ടി വി അതാണ്, അങ്ങനെയാണ് ഇതിൻ്റെ പേര് കേട്ടോ. കണ്ടില്ലേ, ഇതൊരു കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഭാഗം ഫുള്ളും തണൽ കിട്ടും. എങ്ങനെ ഇതാ, വേറെ വടി വേണ്ട, അത് വെച്ച് കളിക്കപ്പാ. നന്ദുവിൻ്റെ വടി പോയോ? ഇനി വടി എടുക്കണ്ട, ഇത് വെച്ച് കളിക്കും നിങ്ങൾ. അത് നമുക്ക് അകത്തോട്ട് കയറാം. ഇനി അകത്തോട്ട് പോവാം. മഴ വരണ്ട, നല്ല മഴ വരണ്ട. അകത്ത് പോയാലോ? പായസം ഉണ്ടാക്കാം, പായസം ഉണ്ടാക്കാം, പായസം ഉണ്ടാക്കാൻ പോവാം. ഇപ്പൊ പായസം ഉണ്ടാക്കിയാലോ? മതിടാ, ഇത്ര നേരം കളിച്ചില്ലെങ്കിൽ നമുക്ക് അകത്ത് കയറാം. പാലട പായസം, പാലട മിക്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ പായസം ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ പാലൊക്കെ ഒഴിച്ച് നമ്മളിതാ പാലട പായസം ഉണ്ടാക്കുന്ന മിക്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ജസ്റ്റ് തിളപ്പിച്ചിട്ട് അതിലോട്ട് നമ്മൾ പാലട മിക്സ് ആഡ് ചെയ്യും. ഇതാ നമ്മുടെ പാല് തിളച്ച് വന്നു. ഇനി നമുക്കിതിൽ ഒച്ചയിടല്ലേ, സൗണ്ട് ഉണ്ടാക്കാം. ഇനി നമുക്കിതിലോട്ട് മിക്സ് ആഡ് ചെയ്യാം. നമ്മൾ 2 ലിറ്റർ പാലാണ് എടുത്തത്. അപ്പം 2 പാക്കറ്റ്, ഒരു പാക്കറ്റിന് 1 ലിറ്റർ പാല്. ഇപ്പോൾ 2 പാക്കറ്റാണ് നമ്മൾ എടുക്കുന്നത്. അടുത്ത പാക്കറ്റും കൂടി ഇതാണ്. നമ്മൾ മിൽമയുടെ പാലട മിക്സാണ് കേട്ടോ വാങ്ങിയത്. പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 ലിറ്റേഴ്സ് പാലാണ് എടുത്തത്. അതിലോട്ട് 2 പാക്കറ്റ്, ഒരു പാക്കറ്റിന് 1 ലിറ്റർ. തിളച്ച് കഴിയുമ്പോൾ മിക്സ് ആഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് അതൊന്ന് വേവുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്യാമറയ്ക്ക് പിന്നിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് കേട്ടോ, അഞ്ചു. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 ആണ് കേട്ടോ എടുക്കുന്നത്. 5 ആണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. പഞ്ചസാര ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഓൾറെഡി ഈ മിക്സിൽ തന്നെ പഞ്ചസാര ഉള്ളതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണ്ട. നമ്മുടെ പായസം റെഡിയായി. ലാസ്റ്റ് ഇച്ചിരി നെയ്യും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തു കേട്ടോ. അങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട്, പാലട പായസം. ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. നിച്ചു ഉറങ്ങുകയാണ്. നിച്ചുവിന് ഇന്നലെ വാക്സിനേഷൻ ആയിരുന്നു. അതുകൊണ്ട് ചെറിയൊരു പനിയില്ല. അന്ന് രാത്രിയിലൊക്കെ പനിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ ആളൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെറിയ ക്ഷീണമുണ്ട്. കയ്യിലാണ് വാക്സിനേഷൻ എടുത്തത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്, വേദനയുണ്ട്. അപ്പം ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ നിലമ്പൂരാണ് ഉള്ളത് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇപ്പോൾ ഇവിടെ കനോലി പ്ലോട്ടിൻ്റെ അടുത്തെത്തി. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്ക് തോട്ടമൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. വളരെ
ഫുള്ളൊരു പ്രകൃതി പച്ചപ്പാണ് എല്ലായിടത്തും. അതേപോലെ നല്ല കൈമാറ്റം, നല്ല തണുപ്പും. ഈ ഒരു ഭാഗം ഫുള്ളും മരങ്ങളായതുകൊണ്ട് തന്നെ വെയിലൊന്നും ഇല്ലാതെ നല്ല ഇതിൽ പോകാം. കണ്ട സൈഡിലൊക്കെ കുറേ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്, സ്റ്റാളുകൾ പോലെ ഇട്ട്. ഇതാണ് കനോലി പ്ലോട്ടല്ല അത്. ഓക്കെ, എന്താ ഇതാണ് ഒരു നിലമ്പൂരിലെ തന്നെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണിത്, കനോലി പ്ലോട്ട്. ഇതിൻ്റെ ഉള്ളിലോട്ടാണ്. ഇവിടെയൊക്കെ ആളുകൾ ഇങ്ങനെ ഇതിവിടെ കാണാൻ വരുന്നവരുടെയൊക്കെ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തേക്കുന്നതാണ്. ഇവിടെ നിലമ്പൂരിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളാണ് ടീക്ക് മ്യൂസിയം, അതുപോലെ കനോലി പ്ലോട്ടൊക്കെ. കനോലി പ്ലോട്ട് എക്കോ ടൂറിസം അതാണ് കേട്ടോ നമ്മുടെ നിലമ്പൂർ കാഴ്ചകളും ഒക്കെ. അങ്ങനെ ഞങ്ങളിതാ എൻ്റെ ലാപ്ടോപ്പിൽ വീഡിയോസ് പ്ലേ ആവുന്നില്ല, എന്തോ ഒരു ചെറിയ പ്രശ്നം. അതുകൊണ്ട് ഞാനതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പം നിലമ്പൂരാണ് നമ്മൾ കാണിക്കാറ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ. അപ്പം അവിടേക്ക് വന്നതാണ്. ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ട് പള്ളിയിൽ പോകണം. വൈകുന്നേരം പള്ളിയിൽ കുർബാനയുണ്ട്, അപ്പം പള്ളിയിൽ പോകണം. അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇന്ന് ഉത്രാടാണല്ലോ എല്ലാവർക്കും. നാളെ ഓണമാണ് എല്ലാവർക്കും. അഡ്വാൻസ് ഓണം, ഹാപ്പി ഓണം. ഓക്കെ.